ഒരു മാധ്യമപ്രവർത്തകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. റഷീറുദ്ദീനാണ് ആള് ചേരുന്നത്. റഷീറുദ്ദീൻ ടെലിഫോൺ ലൈനിലാണ് റഷീറുദ്ദീൻ ഉള്ളത്. ഈ പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ചും ഇസ്രയേലിൽ കനത്ത ആക്രമണം ഉണ്ടായി, അവർ മിസൈൽ അറ്റാക്ക് നടത്തി. എന്തായാലും കുറേ കൂടുതൽ ആൾക്കാരും ബംഗറിലേക്ക് ഒളിച്ചതുകൊണ്ട് മനുഷ്യനാശം ഉണ്ടായില്ല എന്ന രീതിയിലാണ് വാർത്ത വരുന്നത്. എന്താണ് അവിടുത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? സാർ, ഇതിപ്പോ ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ഒടുവിലത്തെ ഇറാന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് തൽക്കാലം പുതിയൊരു ആക്രമണം ഇനി അവർ നടത്താൻ പോകുന്നില്ല എന്നാണ്. പക്ഷെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഈ ഒരു പുതിയ സംഭവ വികാസത്തെ അല്ലാതെ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ പോലും ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്ന ആശങ്കയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. അപ്പൊ നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ പിന്നിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ചില നീക്കങ്ങളൊക്കെ ഇതിലേക്ക് വഴി തുറക്കുന്ന രീതിയിൽ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റഷ്യയുടെ പ്രൈം മിനിസ്റ്റർ മിറ്റ്ഷൂസിൻ അദ്ദേഹം ഇന്നലെ അദ്ദേഹം ഇറാനിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന റഷ്യയിൽ കസാനിലാണ്. അപ്പൊ കസാനിലെ നടക്കാൻ പോകുന്ന അതായത് ഒക്ടോബർ മൂന്നാമത്തെ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇറാനും റഷ്യയൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഉച്ചകോടിക്ക് മുന്നോടിയായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ അവരുടെ പല മേഖലകളിലുള്ള സഹകരണം മെച്ചപ്പെടുത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നിലവിൽ തന്നെ ഇറാനെതിരെ നിലനിൽക്കുന്ന ഒരു ആരോപണം റഷ്യക്ക് ഡ്രോണുകളും അതേപോലെ ബാലിസ്റ്റിക് മിസൈലുകളും ഇറാൻ കൊടുക്കുന്നുണ്ട് എന്നാണ്. മറുഭാഗത്ത് യമനിലെ ഹൂത്തികളുമായിട്ടും അതുപോലെ റഷ്യയുമായിട്ടുള്ള ചർച്ച, ആ ചർച്ചയുടെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്നത് ഇറാനാണെന്നും അമേരിക്ക സംശയിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നല്ലോ, ഒരു സൂപ്പർസോണിക്, അതായത് ശബ്ദത്തെ മറികടക്കുന്ന 8 വേഗതയിൽ ശബ്ദത്തെ മറികടക്കുന്ന ഒരു മിസൈല് ഹൂത്തികൾ ഇസ്രായേലിന്റെ നേർക്ക് പ്രയോഗിച്ച്. അപ്പൊ ഇതിലൊക്കെ ഇറാന്റെയും റഷ്യയുടെയും സമീപകാലത്ത് ശക്തിപ്പെട്ടു വരുന്ന ഒരു സഹകരണം ഉണ്ട് എന്നാണ് പാശ്ചാത്യ ലോകവും അതുപോലെ യൂറോപ്യൻ യൂണിയനും ഒക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നതിന് തൊട്ടുടനെയാണ് ഇപ്പൊ ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഉക്രൈൻ യുദ്ധം ഞാൻ അവിടുന്ന് റഷ്യയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, 70% അവിടുത്തെ ജനങ്ങളും ഇപ്പോഴും വ്ളാദിമിർ പുടിന്റെ കൂടെ തന്നെയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ വിലയിരുത്തുമ്പം ഈ ഉക്രൈൻ യുദ്ധവും ശക്തിപ്പെടുന്നുണ്ട് ഒരു ഭാഗത്ത്. നമ്മൾ ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒക്ടോബർ 7 ശേഷം തുടക്കമിട്ട ആക്രമണം അത് ലെബനനിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അത് വ്യാപിക്കുന്നത് കൊണ്ട് ആ ഒരു യുദ്ധം ഒരു ഭാഗത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഉക്രൈനിൽ വളരെ എഫക്റ്റീവായിട്ട് ഇടപെടാൻ അമേരിക്കക്കോ അല്ലെങ്കിൽ പാശ്ചാത്യ സമൂഹത്തിനോ കഴിയുന്നില്ല. താങ്കളിപ്പോ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? താങ്കൾ എവിടെയാണ് ഇപ്പൊ ഞാനുള്ളത് ദുബൈയിലാണ്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഇത് കുറെ കൂടി നമ്മൾ പുറമെന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും ആഴത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷനുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പം താങ്ക് യു റഷീദുദ്ദീൻ നമുക്കൊപ്പം ചേർന്നതിന്.